ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു അടിപൊളി പാസ്ത റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. സോൾട്ട്, പെപ്പർ, ലെമൺ ജ്യൂസ് എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റിയേക്കാം. പിന്നെ വേറൊരു പാനിൽ നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇടേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു, 2 ഏലക്ക. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി. അതിലേക്ക് കുറച്ച് ഗാർലിക്ക് നമുക്കിടാം. അത് നന്നായിട്ട് നല്ല സ്പൈസി ആയിട്ട് വേണ്ടവരാണെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് 2 ഉണക്കമുളകും കൂടി ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ തന്നെ മതി. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് പെപ്പർ, കുറച്ച് മല്ലിപ്പൊടി, ഇതിൻ്റെയൊക്കെ റോ സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് 2 തക്കാളി ആഡ് ചെയ്യാം. അതും ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. നമുക്കിതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാനോ അല്ലെങ്കിൽ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അത് മെൽട്ടായാൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്താൽ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇനി നമുക്ക് വേവിച്ച് വെച്ച പാസ്ത കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. കുറച്ച് പാർസ്ലി ലീഫും കുറച്ച് ഒറിഗാനോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റി പാസ്ത ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി എൻ്റെ ഹസ്ബൻഡും മോളും എന്താ ഇതിനെപ്പറ്റി ഒപ്പീനിയൻ പറയണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മോൾക്ക് പാസ്ത വലിയ ഇഷ്ടമല്ല. പാസ്ത എങ്ങനെ വെച്ചാലും ഇഷ്ടമല്ല, വൈറ്റ് സോസ്, പിങ്ക് സോസോ എങ്ങനെ വെച്ചാലും ഇഷ്ടമല്ല, പുറത്തൊന്നും കഴിക്കില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം, എന്താ പറയണേ നോക്കട്ടെ. ടേസ്റ്റ് നോക്കി പറയൂട്ടാ. സൂപ്പർ, റിയലി? നൈസ്.
കട്ടൻ ചായ കട്ടൻ ചായ ഉള്ളിലൊക്കെ ഇതാകുമ്പോഴാണ് എരിവുണ്ടല്ലോ. ഉണ്ടോ? ഓക്കെ